അമ്പലവും ശ്രീകോവിലുമില്ലാതെ ആരാധനയിൽ അപൂർവതയുള്ള ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ നിത്യ അന്നദാന വഴിപാടും ഏറെ പ്രശസ്തമാണ്. നിർധനരുടെയും നിരാലംബരുടെയും വയർ നിറഞ്ഞ് കാണുന്നതിലാണ് പരബ്രഹ്മത്തിന്റെ പ്രീതി എന്നതാണ് അന്നദാനവുമായി ബന്ധപ്പെട്ട് രൂഢമൂലമായ വിശ്വാസം. അന്നം നിവേദ്യമായി കൊടുക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. നിർധനരുടെയും നിലാരംബരുടെയും വയറ് നിറഞ്ഞു കാണുന്നതിലാണ് പരബ്രഹ്മത്തിന്റെ പ്രീതി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പരബ്രഹ്മ സായുജ്യം നേടാൻ അന്നദാനം നടത്തുകയെന്നത് ഭക്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും അന്നം കഴിക്കുന്നത്. കൂടാതെ വിവാഹ വാർഷികം, ചരമവാർഷികം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ഉപകാരസ്മരണ തുടങ്ങിയവയ്ക്കെല്ലാം ഭക്തർ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിവരുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെ കാര്യാലയത്തിന് അന്നദാന മന്ദിരം എന്ന പേര് മറ്റൊരിടത്തും ഉണ്ടാകാൻ വഴിയില്ല. 6 പതിറ്റാണ്ടിന് മുമ്പാണ് അന്നദാന മന്ദിരം നിർമ്മിച്ചത്. പണ്ടുകാലത്ത് അന്നദാനം, സദ്യ, വിവാഹം എന്നിവയെല്ലാം ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നതെന്ന് പഴമക്കാർ ഓർക്കുന്നു. 1953 പുതിയ ക്ഷേത്ര ഭരണസമിതി രൂപവൽക്കരിക്കുന്നത്. അതിനു മുമ്പ് വരെ വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരുന്നു അന്നദാനം. വൃശ്ചികോത്സവ നാളുകളിൽ കഞ്ഞിയും മുതിരയും കഴിക്കുവാൻ വൻ ക്യൂവാണ് അന്നദാന മന്ദിരത്തിന് മുമ്പിൽ അനുഭവപ്പെടുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ ആധുനിക ബോയിലറുകളും അരിയിലെയും മുതിരയിലെയും അഴുക്കും കല്ലും മറ്റും കളഞ്ഞ് വൃത്തിയാക്കാൻ തിരുപ്പതി മാതൃകയിലുള്ള യന്ത്ര സംവിധാനവും നിലവിലുണ്ട്. പാത്രങ്ങൾ അണുവിമുക്തമാക്കാനായി ചൂടുവെള്ളത്തിൽ കഴുകാനുള്ള സംവിധാനവും ആധുനിക ഡൈനിങ് ഹാളും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്നദാന മന്ദിരത്തിലുണ്ട്. 12 ദിവസം സദ്യയിലെത്തി ഊണില്ല, കഞ്ഞി നടക്കുന്നത് കൊണ്ട് 4 മണി വരെയും കഞ്ഞി കൊടുത്തു. ഇന്നലെ 12:30 1 മണി വരെ ഇവിടെ കഞ്ഞി കൊടുക്കും. രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡിയാവും. 9 മണിയൊക്കെ ആകുമ്പോൾ കൊടുത്തു തുടങ്ങും. എല്ലാം കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിൽ എന്ന് പറഞ്ഞാൽ 7:30 ആകുമ്പം തുടങ്ങിയിട്ട് 3 മണി വരെ ആകുമ്പോൾ നിർത്തും. ഇവിടെ രാവിലെ 7 മണി തൊട്ട് 2 മണി 2:30 മണി വരെ കഞ്ഞി കൊടുക്കും. പിന്നെ അത് ഡെയിലി ആൾ വരുന്നതനുസരിച്ച് ഏറ്റക്കുറച്ചനുസരിച്ചാണ് അരിയും മുതിരയും വേകുന്നത്. അപ്പോൾ ഇന്നലെയും ഇന്നും ആൾ കൂടുതലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്ന് അരി കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 900 കിലോ അരി വരെ ഇന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധിച്ചുള്ള മുതിരയും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 5000 ആളിന് മേളിൽ വന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. തിരക്ക് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ ഈ സീസൺ പ്രമാണിച്ച് അഡീഷണൽ ആൾക്കാരെ വെക്കും. ഞങ്ങളിവിടുത്തെ സ്റ്റാഫുകൾ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് അഡീഷണൽ സ്റ്റാഫിനെ വെച്ച് ഇതെല്ലാം പരിഹരിച്ച് പോവുക. ഇനി ഈ 12 വരെ ഈ പരീക്ഷണമാണല്ലോ. അതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല. അതനുസരിച്ച് ഇങ്ങനെ ഈ ശനിയും ഞായറും, അടുത്ത ശനിയും ഞായറും തൊട്ട് 13-ാം തീയതി വരെ അങ്ങേയറ്റം തിരക്കായിരിക്കും. അന്നദാനം മഹാദാനമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകുകയില്ല. അന്നദാന മന്ദിരത്തിലെത്തിയാൽ കഞ്ഞിയും മുതിരയും ലഭ്യമാണ്. CDNet ന്യൂസ്, ഓച്ചിറ.